എടയൂരിന്റെ കാൽപന്ത് കളിക്ക് ജീവൻ നൽകിയവരെ ആദരിച്ച് പൂക്കാട്ടിരി സഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രതിഭകളെ അനുമോദിച്ചത്. കോളേജ് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. ലഹരിക്കെതിരെ യുവാക്കളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൂക്കാട്ടിരി സഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികളും സംഘടിപ്പിച്ചു. ക്യാമ്പയിനിന്റെ ഭാഗമായി എടയൂർ പൂക്കാട്ടിരി പ്രദേശത്ത് കാൽപന്ത് കളിക്ക് ജീവൻ നൽകിയ മുൻകാല താരങ്ങളെ ആദരിച്ചു. ട്രോഫി നൽകിയാണ് കളിക്കാരെ ആദരിച്ചത്. വളരെ പ്രൊഫഷണൽ ആയിരുന്നു. എന്തെങ്കിലും രീതിയിൽ ചെറിയ രീതിയിലുള്ള ഒരു കളിയൊന്നല്ല. അന്ന് ബൂട്ടൊക്കെ 30 കൊല്ലങ്ങൾക്ക് മുമ്പാണെങ്കിലും ബൂട്ടൊക്കെ ധരിച്ച് വളരെ ഉഷാറായിട്ട് നടന്ന കളികളൊക്കെ നടന്നിരുന്നത്. തുടർന്ന് കോളേജ് അധ്യാപകരും പഴയകാല കായിക താരങ്ങളും തമ്മിൽ ഫുട്ബോൾ മത്സരവും നടന്നു. 2026 ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിൽ നടത്തിയ വിദ്യാർത്ഥികളുടെ ഫാൻസ് ഷോ പരിപാടിക്ക് ഊർജം പകർന്നു. സഫ കോളേജ് ലാംഗ്വേജ് വിഭാഗം മേധാവി ബീന KS ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ യാസിർ VP അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനും സഫ ഗ്രൂപ്പ് ട്രസ്റ്റ് അംഗവുമായ അബ്ദുൾ റഷീദ് കിഴിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. വളാഞ്ചേരി ASI ജയകൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർ ഹാരിസ്, പ്രിൻസിപ്പാൾ ഡോക്ടർ PV നിധിൻ, മുൻകാല താരങ്ങളായ കയ്യാല കുഞ്ഞുട്ടി, TT അബ്ദുൾ ജബ്ബാർ, കോളേജ് കായിക വിഭാഗം മേധാവി ഹാരിസ് ബാബു എന്നിവർ സംസാരിച്ചു. UA ഷമീർ, കോളേജ് ഡയറക്ടർ മുഹമ്മദ് അലി ഖാൻ, വൈസ് പ്രിൻസിപ്പൽ സജീർ C, അഹമ്മദ്, അബ്ദുൾ ഷുക്കൂർ PK തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ ചാനൽ ന്യൂസ് എടയൂർ.